ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ നടപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബൈപ്പാസ് റോഡിന്റെ ഇരുവശവും 1.5 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. പട്ടിത്താനം മുതൽ പാറേക്കണ്ടം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുള്ള ഓട നവീകരിക്കുന്നതിനുമായി 5.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബൈപ്പാസ് ആരംഭിക്കുന്ന പട്ടിത്താനം മുതൽ പാറേക്കണ്ടം വരെ 1.8 കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശത്തും നടപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ടാറിങ്ങിനോട് ചേർന്ന് കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശേഷം നടപ്പാതയിൽ ടൈലുകൾ സ്ഥാപിക്കും. പാറേക്കണ്ടം മുതൽ പൂവത്തുമൂട് വരെയുള്ള ഭാഗത്തെ നടപ്പാത നിർമ്മാണമാണ് അടുത്ത ഘട്ടത്തിൽ നടക്കുക. ബൈപ്പാസ് റോഡിന്റെ ഇരുവശവും കാടും പള്ളയും വളർന്ന നിലയിൽ ആയിരുന്നു. ഇതുവഴിയുള്ള കാൽനടയാത്ര ഒട്ടും സുരക്ഷിതവും അല്ല. ബൈപ്പാസ് റോഡിൽ രാത്രി സമയങ്ങളിൽ മാലിന്യം തള്ളുന്ന പ്രവണതയും വ്യാപകമായിരുന്നു. ആളൊഴിഞ്ഞ ഭാഗങ്ങളിലെത്തി വാഹനങ്ങൾ ഒതുക്കിയാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിരുന്നത്. മാലിന്യം തള്ളൽ രൂക്ഷമായതോടെ ബൈപ്പാസ് റോഡിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. നടപ്പാത നിർമ്മിക്കുന്നതോടെ മാലിന്യ നിക്ഷേപത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. 5.5 കോടി രൂപയാണ് ബൈപ്പാസിലെ നടപ്പാത നിർമ്മാണത്തിനും ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുമുള്ള ഓട നവീകരണത്തിനുമായി അനുവദിച്ചിരിക്കുന്നത്. മഴയെ തുടർന്ന് ഓടയിലൂടെയുള്ള വെള്ളമൊഴുക്ക് ശക്തമായതിനാൽ ഓട നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മഴ മാറിയാൽ ഉടൻ ഓടയുടെ നവീകരണം പുനരാരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.